ഹൈന്ദവ ആചാരപ്രകാരം ഒരു ജന്മദിവസം എങ്ങനെ ആചരിക്കണമെന്ന് പലർക്കും അറിയില്ല. കേക്ക് വാങ്ങിക്കുക, മെഴുകുതിരി കൊളുത്തുക, അത് ഊതിക്കെടുത്തുക, മാംസാഹാരം കഴിക്കുക തുടങ്ങിയ പാശ്ചാത്യ രീതികളാണ് പലരും ചെയ്യുന്നത്. അതിലും മഹത്തരമായ ഭാരതീയമായ ആചാര അനുഷ്ഠാന പദ്ധതികൾ നമുക്കുണ്ട്. ജന്മനക്ഷത്ര ദിവസം അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് എണ്ണ തേക്കാതെയുള്ള കുളി, കർമാദികൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കണം. പിറന്നാൾ ദിനം സ്വാതിക ജീവിത രീതിയാണ് ഉത്തമം. അഹിംസ, വ്രതശുദ്ധി ഇവ ആചരിക്കുന്നതും മനസ്സ് ശുദ്ധമാക്കി വെക്കുന്നതും ഉത്തമം. അന്നേ ദിവസം ദാനകർമ്മങ്ങൾ ചെയ്യുന്നതും പറ്റുമെങ്കിൽ അന്നദാനം, ക്ഷേത്ര ദർശനം നടത്തുന്നതും ചെയ്തു പോയ പാപദോഷ പരിഹാരമാണ്. ഈ ദിവസം പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതും പുത്തരിയൂണ് കഴിക്കുന്നതും ജന്മനക്ഷത്രം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെടുന്നു. ഒപ്പം മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരെയും സ്മരിക്കണം. പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ക്ഷേത്ര ദർശനവും പൂജയും മഹത്തരം തന്നെ. പിറന്നാൾ ദിനത്തിൽ ആശംസിക്കാനും അനുഗ്രഹിക്കാനും ഋഗ്വേദത്തിൽ ഒരു മന്ത്രമുണ്ട്. അല്ലയോ ധ്യാനാത്മൻ കുഞ്ഞെ, അങ്ങ് സർവ്വവിധ ഐശ്വര്യത്തോടും കൂടി 100 വസന്തകാലങ്ങളും 100 വേനൽക്കാലങ്ങളും 100 ശരത്കാലങ്ങളും അങ്ങനെ സർവ്വ ഋതുക്കളും കടന്ന് 100 വയസ്സുവരെ സസന്തോഷം ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. എല്ലാം അറിയുന്ന, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ അറിവുകളോടും ഉറവിടമായ ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജദായകനായ അല്ലയോ ദൈവമേ, ഇന്ദ്രൻ, അഗ്നി, സവിതാവ്, ബൃഹസ്പതി അങ്ങ് ഈ ദേഹത്തിന് ഭൗതികവും ആത്മീയവും ഭൗതികമായ എല്ലാ അറിവുകളും നൽകി ഒരു 100 വർഷം ജീവിക്കാൻ അനുഗ്രഹം നൽകണമേ. സന്ദർഭത്തിന് അനുയോജ്യവും ശ്രേഷ്ഠവും അർത്ഥവത്തും ആചാരപരവും ദൈവികവും ആർക്കും ചൊല്ലാവുന്നതുമായ ഈ മന്ത്രം കളഞ്ഞിട്ടാണ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയുന്നതെന്ന് ഓർക്കണം. കൂടാതെ ജന്മനക്ഷത്ര ദിവസം നക്ഷത്രത്തിന്റെ മൃഗം, പക്ഷി ഇവയ്ക്ക് ആഹാരം കൊടുക്കുക, ഉപദ്രവിക്കാതിരിക്കുക, വൃക്ഷത്തെ പരിപാലിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഐശ്വര്യപ്രദമാണ്. ജന്മദിനത്തിന്റെ അന്ന് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയന ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും നന്ന്. ഇനി ജന്മദിനത്തിൽ ചെയ്യാൻ പാടില്ലാത്തവ എന്തൊക്കെയാണെന്ന് നോക്കാം. എണ്ണ തേച്ചുകുളി, ക്ഷൗരം, മധുനം, ശ്രാദ്ധം, അത്യാവശ്യമില്ലാത്ത ചികിത്സ, യാത്ര, വിവാഹം, അത്യാവശ്യമല്ലാത്ത ശസ്ത്രക്രിയ, ഉപനയനം, സീമന്തം, വാഹനോപയോഗം, സാഹസ പ്രവൃത്തികൾ, യുദ്ധം, മാംസമദ്യസേവ ഇവയൊന്നും പാടില്ല.